ഒരു വലിയ ഹർഡിലായിരിക്കും എന്ന് കരുതിയിരുന്ന 22,000-ന്റെ മുകളിലാണ് ഇന്ന് നിഫ്റ്റി ഓപ്പൺ ചെയ്തത്. ഇന്ന് നിഫ്റ്റിക്ക് 22,000-ന്റെ മുകളിൽ ക്ലോസ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ വരുന്ന ദിവസങ്ങളിലേക്കുള്ള റെസിസ്റ്റൻസ് എവിടെയായിരിക്കും, സപ്പോർട്ട് എവിടെയായിരിക്കും എന്നൊക്കെ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. നമുക്ക് നാളത്തേന് വേണ്ടിയുള്ള നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ ശരിയാക്കാം. അപ്പോൾ നാളത്തേക്ക് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്തായിരിക്കണം എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയിരുന്ന ഇന്നേക്ക് വേണ്ടിയുള്ള ട്രേഡിംഗ് പ്ലാൻ ഉപയോഗിച്ച് നമ്മൾക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാൻ സാധിച്ചു എന്നും പരിശോധിക്കാം. പതിപോലെ ഇന്നും സ്റ്റോപ്പ് ലോസ് ഫോർ സെൽ എന്ന ലെവൽ 22,115 എന്ന ഇന്നത്തെ ഹൈക്ക് ഗ്രീൻ കളറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ എന്ന ലെവല് റെഡ് ലൈനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് 22,017 എന്ന ലെവലാണ്. അതിനിടയിൽ 22,98, 22,031 എന്ന ലെവലുകൾക്കിടയിൽ ബ്ലാക്ക് ലൈനും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ സാധാരണ പോലെ തന്നെ. ഈ ബ്ലാക്ക് ലൈനുകൾക്കിടയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നൽകുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള കാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും എന്ന ഇൻഡിക്കേഷനാണ് നൽകുന്നതെങ്കിൽ അതുവരെ തന്ന ലോ ഓർ പ്രധാനമായും 22,017 എന്ന ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ട്രേഡ് ചെയ്യും. അങ്ങനെയെങ്കിൽ ആദ്യമായി പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഇന്നത്തെ ഉയരമായ ഗ്രീൻ ലൈനിന് തന്നെയാണ്. അത് 22,115 എന്ന ലെവലാണ്. എങ്കിലും തീർച്ചയായും നാളെയും എൻ്റെ പ്രതീക്ഷ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരിക്കുമെന്നാണ്. ഈ ഗ്രീൻ ലൈനിന് മുകളിൽ പ്രൈസ് മൂവ് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവ 22,130, 161, 177, 22,216 എന്ന ലെവലുകളാണ് നാളെ ടെസ്റ്റ് ചെയ്തേക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ ഇന്നത്തത് പോലെ തന്നെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നതിന് ശേഷം പ്രൈസ് ഒരു ഡിക്ലൈൻ തരുമ്പോൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ ലൈനുകളിൽ എവിടെയെങ്കിലും ഇതെല്ലാം സപ്പോർട്ടായി മാറും. ഒരു ഹൈ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നൽകുന്നതെങ്കിൽ അവിടെ നിന്നും ആദ്യം നല്ല പ്രോഫിറ്റ് കിട്ടിയവർ പെട്ടെന്ന് വിറ്റ് ഒരു പ്രോഫിറ്റ് എടുത്തേക്കാം. അപ്പോൾ പ്രൈസ് ഡൗൺവേർഡ് സഞ്ചരിക്കാം. അങ്ങനെ സഞ്ചരിച്ച് താഴെ എത്തുമ്പോൾ ഒരു റിവേഴ്സ് പാറ്റേൺ തരുന്നത് ഈ ലൈനുകൾക്കിടയിൽ എവിടെയെങ്കിലും ഇതെല്ലാം സപ്പോർട്ടായി വർക്ക് ചെയ്യും. ഈ ഗ്രീൻ ലൈനും സപ്പോർട്ടാണ്, ഈ ബ്ലാക്ക് ലൈനും സപ്പോർട്ടായി നിന്നേക്കാം. അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് എവിടെയെങ്കിലും ഒരു ചെറിയ ടൈം ഫ്രെയിമിലുള്ള കാൻഡിൽ പാറ്റേണുകൾ ഒരു സപ്പോർട്ട് എടുക്കുന്നു, അത് അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും എന്ന ഒരു ഇൻഡിക്കേഷൻ പ്രൈസ് ആക്ഷൻ പ്രകാരം നൽകുന്ന പക്ഷം അതുവരെ തന്നല്ലോ അഥവാ തൊട്ടു താഴെയുള്ള സപ്പോർട്ട് ലൈൻ പ്രധാനമായ സ്റ്റോപ്പ് ലോസ് ആയി കരുതിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ തന്നെ ഞാൻ ട്രേഡ് ചെയ്യുകയുള്ളൂ. ലഭിച്ചേക്കും എന്ന് ഞാൻ കരുതുന്ന ലാസ്റ്റ് പ്രധാന ടാർഗറ്റ് എന്ന് പറയുന്നത് 22,016 ആണ്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വരുന്നു. ഇനി ഈ ഏരിയയിൽ നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ബ്ലാക്ക് ലൈനുകൾക്കിടയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള കാൻഡിൽ പാറ്റേണുകൾ ഡൗൺവേർഡ് സഞ്ചരിക്കുന്ന ഒരു ഇൻഡിക്കേഷനാണ് പ്രൈസ് ആക്ഷൻ പ്രകാരം കാണിക്കുന്നതെങ്കിൽ അതുവരെ നൽകിയ ഉയരം ഓർ പ്രധാനമായും ഗ്രീൻ ലെവൽ ഇന്നത്തെ ഹൈ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകൾ 21,982, 21,961. അങ്ങനെ ഈ 21,961 താഴെ കാണിക്കുകയാണെങ്കിൽ, അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റാണ് 21,921. എങ്കിലും ചെറിയൊരു ഡിക്ലൈൻ തരുമ്പോൾ തീർച്ചയായും വെയിറ്റ് ചെയ്ത് ചെറിയ ടൈം ഫ്രെയിമിലുള്ള കാൻഡിൽ പാറ്റേണുകൾ ഒരു അപ്വേർഡ് ഡയറക്ഷൻ വ്യക്തമായി സൂചിപ്പിക്കുന്നതുവരെ ഞാൻ ട്രേഡിൽ എൻ്റർ ആവാൻ ചാൻസ് ഇല്ല. ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുക അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാനാണ്. അതായത് ഒരു CE ഓപ്ഷൻ വാങ്ങി, കോൾ ഓപ്ഷൻ വാങ്ങി അപ്വേർഡ് ഡയറക്ഷനായിട്ടുള്ള ടാർഗറ്റുകൾ പ്രതീക്ഷിച്ച് ട്രേഡ് ചെയ്യാനാണ് ഞാൻ താല്പര്യപ്പെടുക. ഓക്കെ, അപ്പോൾ ഇന്നലത്തെ ട്രേഡിംഗ് പ്ലാൻ പ്രകാരം നമുക്ക് എങ്ങനെ ഇന്ന് ട്രേഡ് ചെയ്യാൻ സാധ്യമായി എന്നൊന്ന് പരിശോധിക്കാം. ഹൈ ഗ്യാപ്പ് അപ്പ് നൽകിയ ഇന്നേ ദിവസം ആദ്യത്തെ 15 മിനിറ്റ് അപ്വേർഡ് ഡയറക്ഷൻ തന്നെ ഹോൾഡ് ചെയ്തു. എങ്കിലും പിന്നീട് വന്ന സമയത്ത് ചെറിയ ടൈം ഫ്രെയിമിലുള്ള കാൻഡിൽ പാറ്റേണുകൾ ഒരു സെല്ലിംഗ് ഡയറക്ഷനാണ് പ്രൈസ് ആക്ഷൻ പ്രകാരം കാണിച്ചത്. ആ നിലയ്ക്ക് ഇവിടെ നിന്നും ഒരു PE ഓപ്ഷൻ വാങ്ങി ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി നൽകിയ ഒരാൾക്ക് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാവുന്നതായിരുന്നു. ഡേയ്സ് ലോ ആദ്യത്തെ ടാർഗറ്റ് പിന്നീട് സപ്പോർട്ടുകളിലോട്ട് ചെയ്യാമായിരുന്നു. എന്നാൽ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന
ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്ത് അപ്വേർഡ് വന്നാൽ ഫസ്റ്റ് ലൈൻ ലഭിക്കുമെന്ന് രേഖപ്പെടുത്തിയിരുന്ന 21,996, അതായത് 22,000 എന്ന ലെവലിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ ഒരു നല്ല ബുള്ളിഷ് ക്യാൻഡിൽ തന്നെ അപ്വേർഡ് ഡയറക്ഷൻ നൽകുമ്പോൾ ഈ ലെവലിൽ നിന്നും ഞാൻ ഒരു കോൾ ഓപ്ഷനിൽ എൻ്റർ ചെയ്തു. ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി നൽകുകയാണ് ചെയ്തത്. പ്രതീക്ഷിച്ചിരുന്ന ടാർഗറ്റ് തീർച്ചയായും ഡേയ്സ് ഹൈ തന്നെയായിരുന്നെങ്കിലും ഒരുപാട് നേരം ഈ ഏരിയയിൽ കൺസോളിഡേറ്റ് ചെയ്തപ്പോൾ ഞാൻ ഈ ലെവലിൽ നിന്നും എൻ്റെ ടാർഗറ്റ് കവർ ചെയ്ത് ഫർദർ പ്രൈസ് ആക്ഷൻ എന്താണ് നൽകുന്ന ഇൻഡിക്കേഷൻ എന്ന് പരിശോധിക്കുമ്പോൾ ഇന്നത്തെ ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്യുന്നതായി കണ്ടു. ബ്രേക്ക് ചെയ്തതിന് ശേഷം വീണ്ടും സപ്പോർട്ട് ലൈനിൽ വന്ന് ഇവിടെ നിന്നും പ്രൈസ് ആക്ഷൻ പ്രകാരം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുമ്പോൾ ഞാൻ ഇതേ ഏരിയയിൽ നിന്നും എൻ്റർ ചെയ്ത് ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്തു. 2 ട്രേഡാണ് ഞാൻ എൻ്റർ ചെയ്തിരുന്നത്. രണ്ടും നല്ല ടാർഗറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെന്റ് നിഫ്റ്റിയിൽ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. എല്ലാവർക്കും ഒരു നല്ല ട്രേഡിംഗ് ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.